ഡോക്ടർ ഷംസുദ്ദീൻ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കുകൊള്ളുന്നത്. ഇവിടെ അവാർഡ് ജേതാവായ ശ്രീ സന്തോഷ് മാഷെ ആദരിക്കുന്നതോടൊപ്പം തന്നെ ആ ആദരവ് ലഭിക്കുന്നത് ഉറുദു ഭാഷ കൂടിയാണ്. പ്രത്യേകം എടുത്തു പറയാൻ സാധിക്കുകയാണ്. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടി തീർച്ചയായും പ്രധാനമായി പങ്കുകൊള്ളേണ്ട ഒരു പരിപാടിയായി തന്നെയാണ് കാണുന്നത്. ഇതിൽ പങ്കുകൊള്ളാൻ സാധിച്ച സന്തോഷം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ രാജ്യം നമുക്കറിയാം ഭാഷാ വൈവിധ്യത്തിൻ്റെ രാജ്യമാണ്. വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത സംസ്കാരം, ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. കേരളവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മാതൃഭാഷക്കൊപ്പം മറ്റു ഭാഷകളും സംസാരിക്കുകയും അതിനെ അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി കാണുകയും ചെയ്യുന്ന നാടാണ് നമ്മുടെ നാട്. നമ്മുടെ വടക്കേയറ്റ ജില്ലയായ കാസർഗോഡ് ജില്ലയെ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് നാം വിളിക്കാറുണ്ട്. ആ വിശേഷിപ്പിക്കലിൻ്റെ കാരണം തന്നെ വ്യത്യസ്ത ഭാഷകൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഉൾക്കൊണ്ട് ഭാഷകൾ, സംസ്കാരങ്ങൾ ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ നാട് എന്നുള്ളതിൻ്റെ ഒരു വിശേഷണം കൂടിയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഷയാണ് ഉറുദു. 16-ാം നൂറ്റാണ്ടിലാണ് ഉറുദു കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മലബാറിൽ പ്രത്യേകിച്ച് ആ ഘട്ടത്തിൽ ഉറുദു ഭാഷ വ്യാപകമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആവേശം നൽകിയ ഭാഷയാണ് ഉറുദു ഭാഷ. പലപ്പോഴും അത് അങ്ങനെ വിശേഷിപ്പിക്കാറില്ല. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ആവേശം ഏറെ നൽകിയ ഭാഷയാണ് ഉറുദു ഭാഷ. പല മുദ്രാവാക്യങ്ങളും ഉറുദു ഭാഷയിലായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. രാജ്യം ഏറ്റുവിളിച്ച ഭാഷയാണ് ഉറുദു ഭാഷ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അതാണല്ലോ ഏറ്റവും വലുത്. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുഴങ്ങിക്കേട്ട ഭാഷയാണ് ഉറുദു ഭാഷ എന്നുള്ളത് അഭിമാനത്തോട് കൂടി നമുക്ക് പറയാൻ. അത് ഉറുദു ഭാഷയാണോ മറ്റെന്തെങ്കിലാണോ എന്ന് അറിയാതെയാണ് പലരും ഏറ്റുവിളിച്ചത്. അന്ന് ഏറ്റുവിളിച്ചവർക്ക് പോലും അത് പലരും ഉറുദു ഭാഷയാണെന്ന് അന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് അറിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അന്ന് തന്നെ അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ ചരിത്രത്തിൽ ഈ ഓർമ്മപ്പെടുത്തലുകൾ കൂടി വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. രാജ്യത്തിന്റെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചൊരു ഭാഷയാണ് ഉറുദു ഭാഷ. അപ്പൊ ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഭാഷയാണ് ഉറുദു ഭാഷ എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക പദ്ധതികളാണ് ഉറുദു ഭാഷയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചില പ്രശ്നങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്തുവാനുള്ള പ്രയത്നത്തിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും. ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും അർഹത നേടിയവരിൽ ഒരാൾ നമ്മുടെ പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഉറുദു അധ്യാപകനായ ശ്രീ എൻ സന്തോഷ് മാഷാണ് എന്നുള്ളത് തീർച്ചയായും അംഗീകാരം അദ്ദേഹത്തിന് വ്യക്തിപരമായി മാത്രം ലഭിച്ചതായി കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊന്നും തിരിച്ച് തരണമെന്നില്ല. അംഗീകാരം ഈ ഭാഷക്ക് കൂടി കിട്ടിയ അംഗീകാരമാണെന്ന് അഭിമാനത്തോട് പറയുന്നത്. ഇത് സ്റ്റേറ്റ് ഉറുദു ഭാഷയ്ക്ക് നൽകുന്ന പ്രോത്സാഹനം കൂടിയായി കാണേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഉറുദു ഭാഷ പഠനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു വേദി കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഉറുദു ഭാഷ ഉയർത്തിപ്പിടിച്ച മാനവികതയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഉയർത്താൻ ഓരോരുത്തർക്കും സാധിക്കണം. പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഇവിടെ ഗാലിബിൻ്റെയും മെഹദി ഹസന്റെയും ഷായറികൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്നും പ്രസക്തമാണ്. പല ഹിന്ദി സിനിമാ ഗാനങ്ങളും ഉറുദുവിൽ നിന്ന് കടമെടുത്തു പോകുന്നു. പല ഹിന്ദി സിനിമാ ഗാനങ്ങളും ഉറുദു ഭാഷയുമായി ചേർന്നുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. ഞാൻ പഠിച്ച ഫറൂഖ് കോളേജിൽ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഹിന്ദിയായിരുന്നു. അന്ന് ഞാൻ ബികോമിന് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ സെക്കൻഡ് ലാംഗ്വേജ് ഉറുദു എടുത്ത നിരവധി പേരുണ്ട്. 60 കുട്ടികളുള്ള ക്ലാസ്സിൽ 8 പേർ ഉറുദു ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. ഇപ്പം ചിലർക്കൊരു വിവരം കിട്ടി നല്ല മാർക്ക് കിട്ടാൻ സാധ്യത ഉറുദു എടുത്താലാണ് എന്ന് പറഞ്ഞ് പിന്നെയും കുറച്ച് ആൾ ചേരാൻ ശ്രമിച്ചു. ഞാൻ ഓർക്കുന്നു, ഉറുദു ഭാഷക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, പ്രത്യേകതയുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം അത് അത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ എനിക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റൂ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പോലും നിർണായക പങ്ക് വഹിച്ച ഉറുദു ഭാഷയെ കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള നിങ്ങളുടെ പ്രയത്നത്തോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മന്ത്രിക്കുള്ള ഉപഹാരം